നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഗൈസ്, ഞങ്ങളുടെ കുറേ നാളത്തെ ഡ്രീം കം ട്രൂ ആണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ US-ലെ കുറേ സ്റ്റേറ്റുകൾ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു റോഡ് ട്രിപ്പ് പോകാൻ പോവാണ് ഗൈസ്. റോഡ് ട്രിപ്പ്. അപ്പം ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നയാഗ്ര വാട്ടർഫോൾസ് ആണ്. സോ ഞങ്ങളുടെ ജേർണി ഞങ്ങൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ് നൗ ഞാനിപ്പോൾ ഡാളസിലാണുള്ളത്. ഇന്നലെ സാൻഡോഡിയിൽ നിന്ന് ഡാളസിൽ വന്നു. ഡാളസ് ഈ കാണുന്ന വീട് കണ്ടോ, ഇത് ഞങ്ങളുടെ നാട്ടിലെ, നമ്മുടെ നാട്ടിലെ ഞങ്ങളുടെ നെയ്ബറായിട്ടുള്ള ഒരു ചേട്ടൻ്റെ വീടാണ് ഡാളസിലുള്ള. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന് എന്തിനാണെന്ന് വെച്ചാൽ ആക്ച്വലി എനിക്ക് ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു വെഡ്ഡിങ് പ്രോഗ്രാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് സൺഡേ, അതായത് September 1 ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നല്ല കള്ളപ്പവും നല്ല പോത്തുകറിയൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. സെൽവിൻ ചേട്ടൻ ആൻഡ് ഫാമിലിയാണ്. നൈസായിട്ടുള്ളൊരു പ്ലേസ് കേട്ടോ ഈ ഡാളസിലെ. എനിക്കിഷ്ടമാണ് ഇവിടെ, നമ്മുടെ ഹ്യൂസ്റ്റനൊക്കെ പോലെ നല്ലൊരു പ്ലേസാണ് ഡാളസിൽ. ഇവിടുത്തെ വീടുകൾ കണ്ടോ, ഒരു ഭയങ്കര പിന്നെ വിൻറ്റേജ് ടൈപ്പ് ഒരു വീട്, നല്ല രസമുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിത് ട്രിപ്പ് പോകാൻ വേണ്ടി നമ്മുടെ ഞങ്ങളിത് പുതിയ ട്രക്കൊക്കെ എടുത്ത് നമ്മൾ ട്രക്കിലാണ് പോകുമ്പോൾ ഗൈസ്. അത് ഈ ഒരു ട്രക്കിൻ്റെ ബാഗ് ഫുൾ നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ, ട്രാവൽ സാധനങ്ങളാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഞങ്ങളിതേ കാനഡയിൽ പോകുന്നുണ്ട്. കാനഡയിൽ ഒട്ടാവോ വരെ ഞങ്ങൾ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വേറെ ന്യൂയോർക്ക് കൂടി തിരിച്ച് വേറെ സ്റ്റേറ്റ് വഴി. ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന സ്റ്റേറ്റ് വഴിയല്ല, തിരിച്ച് വരുന്ന സ്റ്റേറ്റ്. അപ്പം ഞങ്ങളുടെ മൊത്തം ഒരു 14-15 ദിവസത്തെ ട്രിപ്പാണ് ഗൈസ്. ഞങ്ങൾ അങ്ങോട്ടുള്ളത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാനിങ് എന്ന് വെച്ചാൽ വലിയ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. ബട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നത് ഞങ്ങൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. എവിടേക്ക് എന്തൊക്കെയാണ് സ്റ്റേ, അങ്ങനെ ഞങ്ങൾ ആക്ച്വലി ഒന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ പ്ലാനിങ് ഒക്കെ സഡൻലി പെട്ടെന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ തന്നെ നടന്നതാണ്. അപ്പം ലെറ്റ്സ് സീ. അപ്പം നമ്മുടെ ഈ ഒരു ട്രാവൽ, അതായത് അമേരിക്കൻ റോഡ് ട്രിപ്പ് ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ച കൊണ്ട് പോത്തിറച്ചി കൂട്ടി കഴിക്കാതെ എങ്ങനെയാണ് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും രാവിലെ ഭയങ്കര പണിയിലായിരുന്നു. കള്ളപ്പവും പോത്തുകറിയൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടി കയറി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് ഏത് സ്റ്റേറ്റ് ആയിരുന്നു? ടെന്നസി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്കാണ് നമ്മൾ ആദ്യമേ പോകുന്നത്. സോറി, ഞങ്ങളുടെ കയ്യിൽ മാപ്പ് വരുന്നുണ്ട് ഗൈസ്. കണ്ടോ, അമേരിക്കയുടെ മാപ്പ്. കളർ വേണോ, കളറുണ്ട്. അതുപോലെ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് വേണോ, അതുണ്ട്. ഞങ്ങൾ ആമസോണിൽ നിന്ന് ഞങ്ങൾ നേരത്തെ കുറേ നാൾ മുന്നേ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചതാട്ടോ. ഞങ്ങൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ സ്റ്റേറ്റുകളൊക്കെ കവർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം, ഞങ്ങളിപ്പം റൈറ്റ് നൗ ഞങ്ങളിപ്പം ഡാളസിലാണുള്ളത്. ഞാൻ നിങ്ങളെ കാണിക്കാവേ. ഇതാണ് കേട്ടോ അമേരിക്കയുടെ ഭൂപടം. നീ വണ്ടി ഓടിച്ചു? രാവിലെ ആകിലാണ് വണ്ടി ഓടിക്കുന്നത്. വണ്ടി ഓടിക്കാൻ പോലീസ് ഉണ്ടെന്ന്. അതെ, ആർക്കൻസസ്. ഞാൻ ഓടിച്ചു. ഇനി നന്ദി ചെയ്തോളാം. ഇതുണ്ട് നമ്മളിപ്പോൾ ടെക്സാസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എന്തോരം വലുതാണ് നിങ്ങൾ നോക്കി. ഈ അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് മറ്റേ ഇതാട്ടോ, അലാസ്ക. അതെവിടെയാ? അതെ, അലാസ്ക. അത് വേറെ എങ്ങാണ്ട് കിടക്കുക. ഇത് കണ്ടത് അലാസ്ക വെച്ചാൽ ഈ കാനഡയുടെ ഇവിടെ എങ്ങാണ്ട് കേട്ടോ. പോടാ, ഇത് സെപ്പറേറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടോ. ഇത് കാനഡ, അതായത് ഈ ഭാഗത്ത് എവിടെ എങ്ങാണ്ടാ കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയത് അലാസ്കയാണ്. പക്ഷേ ആൾക്കാർ കൂടുതലുള്ളത്, അങ്ങനെ ജനസാന്ദ്രത അവിടെ കുറവാണ്. അപ്പം ഏറ്റവും കോണ്ടിനെൻ്റൽ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ സംഭവമാണ്, ടെക്സാസ് ആണ്. അപ്പം നമ്മളിപ്പോൾ ടെക്സാസിൽ നമ്മൾ സാൻ നമ്മൾ ഓസ്റ്റിൻ കയറി നമ്മളിപ്പോൾ ഡാളസിലാണുള്ളത്. ഡാളസിൽ നിന്ന് നമ്മൾ കണ്ടോ, ഇവിടുന്ന് നേരെ അർക്കൻസാസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോവാണ്. അവിടുത്തെ ഈ ലിറ്റിൽ റോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടെ എന്നാ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് അതിലെന്താ വ്യൂ ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെയാണ് ഈ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. അവിടേക്ക് പോകുന്നു. അവിടുന്ന് ഞങ്ങൾ മെംഫിസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അത് ഈ ടെന്നസിയുടെ ബോർഡറാണ്. ടെന്നസി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. ഇത് കണ്ടത് കെൻറ്റക്കി കണ്ടോ, നമുക്കറിയാലോ കെൻറ്റക്കി ഫേമസ് തന്നെയാണ്. കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ, KFCയുടെ സ്ഥലമാണ്. നമ്മൾ ഇപ്പം ഈ റൂട്ടല്ല പോകുന്നത്, നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ റൂട്ട്.
അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ മെംഫിസിൽ നിന്ന് നേരെ മിസൗരി കയറും. മിസൗരി എന്ന് പറഞ്ഞത് ഈ സെയിൻറ്റ് ലൂയിസ് എന്ന് പറഞ്ഞ സ്ഥലം കണ്ടോ. ഈ സെയിൻറ്റ് ലൂയിസ് എന്ന് പറഞ്ഞ സ്ഥലം അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പം നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ലിറ്റിൽ റോക്സ്, മെംഫിസ്, സെയിൻറ്റ് ലൂസിൽ പോയി നമ്മൾ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. അവിടെ ഇന്ന് കാണത്തില്ല, നാളെ നമ്മൾ സെയിൻറ്റ് ലൂയിസ് കറങ്ങും. അപ്പം നമുക്ക് ഇത്രയും ദൂരം നിന്ന് ഡ്രൈവ് ചെയ്യാനുണ്ട് ഗൈസ്. ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ റണ്ണിങ് ലേറ്റ് എത്ര മണിക്കൂർ നമ്മൾ ലേറ്റ്? നമ്മൾ 8 o'clock നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പം നമ്മൾ ലേറ്റ് ആണ്. അപ്പം ഇപ്പം സമയം 10:45 യെസ്. അപ്പോൾ നമ്മൾ ഇത്ര മണിക്കൂർ ലേറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ഇവിടുന്ന് കേട്ടോ ഒരു 3:08 4.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ 3:08 ഞങ്ങളിത് ഈ പറഞ്ഞ ലിറ്റിൽ റോക്സിലെത്തുന്നത്. ലിറ്റിൽ റോക്സിൽ നിന്ന് മെംഫിസിന് ഇച്ചിരി ദൂരമുണ്ട്. ഇത് രണ്ടും പെട്ടെന്ന് കവർ ചെയ്തിട്ട് സെയിൻറ്റ് ലൂയിസിൽ പോയി കടക്കാനാണ്. അവിടം വരെ കടക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഓൺ ദ വേയിൽ നമ്മൾ സ്റ്റേ ചെയ്യുള്ളായിരിക്കും ഒരു സമയം അനുസരിച്ച്. എന്നിട്ട് സെയിൻറ്റ് ലൂയിസ് ആയാലും നാളെ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുണ്ടല്ലോ ബാങ്ക് ഓഫ് അമേരിക്ക അതിൻ്റെ ഇടയ്ക്ക് സോറി ബാങ്ക് ഓഫ് അമേരിക്കയാണ് എൻ്റെ ബാഗ് കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ അത് ഓർത്തു. അതാ പറ്റിയത്. അപ്പോൾ അപ്പോൾ എന്നെ പറയാൻ വന്നേ, നമ്മുടെ വണ്ടിയുടെ പുറകിലൊക്കെ ഉണ്ട് സാധനങ്ങൾ. ഇത് ഇന്നലെ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ടാബൊക്കെയുള്ള സ്റ്റാൻഡും ബുക്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ വെള്ളം കണ്ടോ, വെള്ളമുണ്ട്. പിന്നെ ഇതെൻ്റെ ഫ്ലാസ്ക്കാണ്, 1.2 ലിറ്ററിൻ്റെ ഫ്ലാസ്ക്കാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ അത് ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല. ഇന്നലെ ഞാൻ ഫില്ല് ചെയ്താൽ. പിന്നെ ഇന്നലെ ഞങ്ങൾ ഓൺ ദ വേ മേടിച്ച നമ്മുടെ അതിനകത്ത് കോഫിയുടെ ഇതുണ്ട്. പക്ഷെ അതൊക്കെ ആക്ച്വലി ട്രാഷാണ്. നിൻ്റെ എന്തി ഫ്ലാസ്ക്? ഓക്കെ, അഖിലിനൊരു ഫ്ലാസ്ക് ഉണ്ട്, ഈ വാട്ടർ ബോട്ടിൽ പോലെ ഇതുപോലെ തന്നെ. പിന്നെ ഇത് നമ്മൾ ഇന്നത്തെ നമ്മുടെ ബാഗ്, ഞങ്ങൾ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തില്ലേ, അപ്പോൾ നമ്മുടെ ഡ്രസ്സ്. പിന്നെ ഇത് അഖിലിൻ്റെ ഒരു ബാഗ്. പിന്നെ ഇതാണ് ആ ചെറിയ ബാഗ്, എൻ്റെ ഈ ലെതറിൻ്റെ ഈ ചെറിയ ബാഗ്. അതാണ് എൻ്റെ ഈ മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ. പിന്നെ താഴെ നമുക്കൊരു കൂളറുണ്ട്. പിന്നെ നമ്മുടെ വാട്ടർ ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്, വാട്ടർ ബോട്ടിൽ. പിന്നെ കൂളറുണ്ട്. കൂളറിൻ്റെ അകത്തൊരു സാധനം ഉണ്ട്, ഞാൻ പറയത്തില്ല. ഇതന്നെ ഇതിൻ്റെ അകത്ത് മേടിച്ച് വെച്ചേക്കുന്നത് കള്ളല്ല, അത് കൂടിൻ്റെ അകത്ത്. മെയിൻ തിങ് ഞങ്ങളുടെ ഈ ജ്യൂസ് കണ്ടോ, ജ്യൂസർ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണേ. പിന്നെ എന്നെ അതിന് ഇത് മേടിച്ചോ, ഓറഞ്ച് മേടിച്ചോ മടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇറങ്ങാതിരിക്കാൻ. പിന്നെ ജ്യൂസായിട്ട് ഇവിടെ കറക്റ്റൊക്കെ കിട്ടുന്ന അത്ര സുഖമില്ല എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ ഈ ഓറഞ്ചൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ജ്യൂസ് കുടിക്കാമല്ലോ. അപ്പോൾ ആ ഒരു പർപ്പസ് ഞാൻ അതിലോട് പറഞ്ഞായിരുന്നു വാൾമാർട്ടിൽ നിന്ന് മേടിക്കാനായിട്ട്. അപ്പോൾ അത് മേടിച്ച്. പിന്നെ ബാക്കി നമ്മുടെ ലഗേജൊക്കെ നമ്മുടെ എന്നാ പറയണേ ബാക്കിൽ ഇത് മറ്റേ വാൽമാക്രി പോലത്തെ വണ്ടിയാണ് നീ. അപ്പോൾ ആ പുറയിൽ മറ്റേ സാധനമുണ്ട്, അത് നീട്ടമുള്ളത്. എന്നാ പറയണേ അത് കേട്ടോ. മാക്സിമം നമ്മുടെ റോഡ് ട്രിപ്പിൽ ഓരോ സ്റ്റേറ്റും ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഈ അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റും ഡിഫറെൻറ്റ് ഭൂപ്രകൃതിയാണെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളതെല്ലാം സത്യമാണോ എന്ന് അറിയണ്ടേ, നോക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതൊക്കെ കേട്ടോ നമ്മുടെ ടെക്സാസ് നമ്മൾ ഏകദേശം തീരാറായി കേട്ടോ. നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എന്നുവെച്ചാൽ ഒരു 70 മൈലൂടെ കേട്ടോ, ഒരു 70-80 മൈലൂടെ കഴിഞ്ഞാൽ നമ്മൾ ടെക്സാസ് വിടും. ആക്ച്വലി ടെക്സാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സ്റ്റേറ്റ് ആണ് കേട്ടോ. എത്രയോ മണിക്കൂർ. ഇപ്പോൾ ആക്ച്വലി നമ്മൾ സാൻ ആന്റോണിയോന്ന് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു 8-9 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തില്ല. ഇപ്പോൾ 4, 8, 8, 9 9 മണിക്കൂർ ഏകദേശം സാൻ ആന്റോണിയിൽ തന്നെ നമ്മൾ ട്രാവൽ ചെയ്തു ഈ ടെക്സാസിൻ്റെ ബോർഡർ കടക്കാൻ. സ്റ്റിൽ നമുക്കിനി ഒരു 70-80 മൈൽ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ആർക്കൻസസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുള്ളൂ. നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ, ഇതെന്നത് ഡ്രിപ്പ് ഡ്രോപ്പ് എന്നാത്തിനെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇതെന്തിനാ? ഹൈഡ്രേഷൻ. അത് ഏതാണ്ട് ഫാസ്റ്റ് ഹൈഡ്രേഷൻ, ORS സൈലൻസ് ബോൾഡ് വെറൈറ്റി ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക് മിക്സ്. ഓക്കെ, ഒരു എനർജി ഡ്രിങ്ക് പോലെ അല്ലേ, ഒരു ഹൈഡ്രേഷൻ ഡ്രിങ്ക് പോലെ. കൂടുതൽ സോഡിയത്തിൻ്റെ ഉപ്പിൻ്റെ ആയിരിക്കും, മധുരമില്ലല്ലോ. ഗേറ്ററേഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അല്ലേ. അതിൻ്റെ പൊടി കേട്ടോ. ഞാനപ്പം ഇതിനകത്ത് കലക്കാൻ പോവാം അഖിലിന് കുടിക്കാൻ. അവൻ്റെ ഫ്ലാസ്കിൻ്റെ അകത്ത് അഖിലിൻ്റെ ഫ്ലാസ്കിനകത്ത് ഇതേത് കളറ്? പർപ്പിൾ കളറാണ്. ഒരെണ്ണം ഫുൾ ഇടാന്നോ?
കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഊർന്ന് കഴിയാം. നമ്മളത് കടക്കി. ഇത് എന്നത്തെ ഫ്ലേവർ ആയിരുന്നു? ഇത് ബെറി ഫ്ലേവർ, ബെറി ലെമൺ ഓറഞ്ച് വാട്ടർമെലൺ. ഓക്കെ, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കേട്ടോ ടേസ്റ്റ് ഇച്ചിരി വെള്ളം വേണമായിരുന്നു. ഇത് കൂടുതലാണ് ഗൈസ്. ഇത് കണ്ടോ, ഞങ്ങളത് ഇതായിട്ട് വാങ്ങിച്ച ഒരു സാധനമാണ് ബ്ലെൻഡിങ്, അതായത് ഒരു മിക്സിയാണ്. മിക്സി അല്ല, എൻ്റെ ജ്യൂസർ. അപ്പോൾ ഇതിൻ്റെ ദൈവം ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ പൊട്ടിക്കാനല്ലേ പിന്നെ എണ്ണ മേടിച്ചത്. പിന്നെ ഇന്നലെ വാങ്ങിച്ചോളൂ. അപ്പം നമ്മളത് ഈ സാധനം അൺബോക്സ് ചെയ്യട്ടെ. കണ്ടോ, ഫ്രഷ് ആയിട്ട് ജ്യൂസ് അടിക്കുന്നത് കണ്ടോ. ദൈവമേ, ഇതൊന്ന് കഴുകണ്ടേ? ആ, അത് ഇങ്ങനെ കൊണ്ട് നടക്കുകയും ചെയ്യാട്ടോ. ഓക്കെ, അല്ല ഇതിൻ്റെ അകത്ത് കണ്ടു. ഇതാണ് ബ്ലേഡ്, ബ്ലെൻഡ് ചെയ്യുന്ന ബ്ലേഡ്. ഇതിൻ്റെ ഇതിനകത്ത് ബാറ്ററി ഉണ്ട്, ബാറ്ററി ചാർജ് ചെയ്യാനുള്ള. നിഞ്ചയുടെ അല്ലേ, നല്ല ബ്രാൻഡ് അത്. ചെയ്യില്ലേ വിലയാ. ഗൈസ്, നമ്മളിത് ഈ പാലത്തോടു കൂടി നമ്മൾ അടുത്ത സ്റ്റേറ്റ് കിടക്കും കേട്ടോ, ആർക്കൻസസ്. അതെ, ഇപ്പൊ പ്രത്യേകിച്ച് ടെക്സാസ് അല്ലേ, പ്രത്യേകിച്ച് ഒരേപോലെയൊക്കെ തന്നെ കാണുന്നത്. നമുക്ക് നോക്കാം. സെൻസിലുള്ള ഒരു ഗ്യാസ് സ്റ്റേഷൻ നമ്മൾ നിർത്തി കേട്ടോ, ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു കോഫിയൊക്കെ എടുക്കാൻ നോക്കിയിട്ട്. ഇവിടെ നമ്മുടെ ഇതേ കണ്ടോ, അതേ തൊട്ടടുത്ത് മഗ്ദിയും, ഇവിടെ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്, ഒരേപോലെയൊക്കെ തന്നെ ഇരിക്കും. ബെൻഡീസ് എന്ന് പറഞ്ഞ ആ കട, ഇതൊക്കെ ഉള്ളതാണ്. നമ്മളിതേ ഗാരേജ് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോങ് ജേർണി ആയതുകൊണ്ട് വണ്ടി നിരത്തണ്ടെന്ന് ഓർത്തിട്ട് ഞങ്ങളിതേ ഇവർ ഡെയിലി ട്രാഷ് ഞങ്ങൾ, അത് ഇന്നലത്തെ ട്രാഷ് ആയിരുന്നു കേട്ടോ. ഞങ്ങളിത് ഇന്നിപ്പോൾ അത് ഡിസ്പോസ് ചെയ്യാണ്. അപ്പോൾ ഗാലൻ ഒരു ട്രാഷ് ബാഗ് എടുത്തു. ഓ മൈ ഗോഡ്, ഇതുകളല്ലേ, വണ്ടി ക്ലീൻ ആയിട്ടിരിക്കുമല്ലോ ഒരു ട്രാഷ് ബാഗ് എടുക്കുവാണെങ്കിൽ. നമ്മളിത് ലിറ്റിൽ റോക്ക് എന്ന് പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ഇത് ആക്ച്വലി അതിൻ്റെ ഡൗൺ ടൗൺ കേട്ടോ. നമ്മൾ ലിറ്റിൽ റോക്ക് ഡൗൺ ടൗൺ നമ്മളിങ്ങനെ കാണുകയാണ്. അത് വലിയൊരു ബാങ്ക് കേട്ടോ, സൈമൺസ് നമ്മുടെ സാൻഡോണിയിലൊക്കെ ഉള്ള ഒരു വലിയൊരു ബാങ്കാണത്. നമ്മുടെ ആർക്കൻസസ് റിവറിൻ്റെ താഴെ കൂടെ പോകുന്നൊരു ആ റിവറിൻ്റെ മേലെ കൂടെ പോകുന്ന ബ്രിഡ്ജ് നമ്മൾ കയറാൻ പോവാണേ. ഇതാണ് എവിടെ പോയാലും കാണും ഒരു മക്ഡൊണാൾഡ്സും, പിന്നെ ഒരു ചിക്ഫിലെ കണ്ടില്ല കേട്ടോ. ഞാൻ ഉണ്ടായിരുന്നോ ചിക്ഫിലെയും, മറ്റേ നമ്മുടെ സാധനം സബ്വേ ഉണ്ട്, പിന്നെ നമ്മുടെ മറ്റേ സാധനം സ്റ്റാർബക്സ്. യാ, അതൊക്കെ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇത് വെറ്ററൻസ് മെമ്മോറിയൽ ബ്രിഡ്ജാണ്. അതിൻ്റെ ഇടയ്ക്ക് ആ വൈപ്പറൊന്നും ഇടാതെ മഴയുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം സമയം 3:15 കേട്ടോ.
നടുക്കൂടെ റോഡിന് നടുക്കൂടെ പാളം എന്നാ പാളം ഇത് വണ്ടി പോകുന്ന ട്രെയിൻ പോകുന്ന പാളം. ഇത് മറ്റേ ഇതാട്ടോ നൈസാണല്ലോ കാണാൻ. മെട്രോ സ്ട്രീറ്റ് ഓണടിച്ച് മാറ്റിയല്ലേ. ദാറ്റ്സ് ക്യൂട്ട്. എനിക്ക് ടൂറിസ്റ്റുകൾക്ക് വേണോ ഇത്രേ ഉള്ളൂ ഷട്ടർ സർവീസ് ഇറങ്ങുന്നത്. ഇവിടെ ഗേറ്റ് ഒന്നുമില്ല നോക്ക്. പക്ഷെ അവർക്ക് വേണേൽ എപ്പോഴും സ്റ്റോപ്പ് ചെയ്യാവുന്ന വണ്ടിയായിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ ബ്രേക്ക് പെട്ടെന്ന് അങ്ങനെ പിടിക്കും. ഓക്കെ, ഭയങ്കര നാരോ ഇവിടുത്തെ ഈ റോഡ്. മീൻസ് മെയിൻ ഹൈവേക്ക് ഓക്കെ, അതല്ലാതെ ഇതേപോലെയുള്ള വഴികൾ വരുമ്പോഴേ ഡൗൺ ടൗണിലൊക്കെ ഭയങ്കര നാരോയാണ്. കണ്ടതേ ഇവിടെ ഒരു ലൈൻ ഫുള്ള് ട്രെയിനും കൊടുത്തിരിക്കുക, മെട്രോ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളതേ അർക്കിൻസൺസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലായ ലിറ്റിൽ റോക്സിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ ഞങ്ങളിത് വണ്ടി പാർക്ക് ചെയ്ത് ഭയങ്കര ചെറിയൊരു സ്ട്രീറ്റ് കേട്ടോ. ഇവിടെ ഫുള്ള് ഇവിടെ നോക്കണം, ഫുള്ള് കണ്ടോ ഫുഡിൻ്റെ അല്ലേ, ഫുഡ് സെക്ഷനാണ്. ഇങ്ങനെ ഹോട്ടൽസ്, ഒരു സ്ട്രീറ്റ് ഫുള്ള് ഇങ്ങനെ നൈസ്, നല്ലൊരു ആംബിയൻസ് കേട്ടോ. അത് കൂടാതെ തന്നെ ചെറിയൊരു മഴയുണ്ട്. ഈ ഷോപ്പിൻ്റെ പേരെന്നാന്ന് പറഞ്ഞാൽ എന്നാ ഫ്ലൈങ് സോസ്. ഞങ്ങൾ ഇവിടെ കയറി, പക്ഷേ ഇവരല്ല ഇത് കൂടുതലായിട്ട് ബിയറാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. ചിക്കൻ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞ സാധനമാണ്. ഗ്രിൽഡ് ചിക്കൻ ബ്രസ്റ്റ് വിത്ത് ജാലപ്പിനോ, ഫിഷ് മയോ, ബ്ലെൻഡഡ് വൈറ്റ് ചീസസ്. പിക്കിൾ എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം കേട്ടോ. ചിക്കൻ സീസർ മറ്റേ നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഗൈസ്, ഞങ്ങളിതേ അർക്കിൻസൺസ് എന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം കഴിയാറായെന്ന് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അത് നമ്മളൊരു 2.5 മണിക്കൂറുടെ കഴിഞ്ഞാൽ നമ്മളെവിടെ സെയിൻറ്റ് ലൂയിസ് എന്ന് പറയും. സെയിൻറ്റ് ലൂയിസ് എന്ന് പറയുന്നത് മിസൗരി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്, അത് വേറൊരു സ്റ്റേറ്റാണ് മിസൗരി എന്ന് പറഞ്ഞാൽ. അവിടെ സെയിൻറ്റ് ലൂയിസിലേക്ക് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് പ്രത്യേക ഡെസ്റ്റിനേഷൻ സംഭവങ്ങളൊന്നും കണ്ടില്ല. പക്ഷെ ഞങ്ങൾ കണ്ടില്ലെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിങ്ങനെ കാണുന്ന സ്പോട്ടില്ലേ, അങ്ങനെ നമ്മളൊന്നും കണ്ടില്ല. നമ്മളുടെ ഉദ്ദേശം നേരെ നയാഗ്രയാണ്. അപ്പം അതെ, ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഉണ്ടാവാം. പക്ഷേ അതായത് ഈ ലിറ്റിൽ റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണാനുള്ളത് ഈ പ്രസിഡൻഷ്യൽ മ്യൂസിയം ആൻഡ് ആർട്ട്, അതായത് ഒരു മ്യൂസിയം ഉണ്ട്. ആ സംഭവം അവിടെ കാണുന്നത്. എനിക്ക് പിന്നെ അതൊന്നും കാണാൻ താല്പര്യമില്ല, സോറി. മ്യൂസിയം അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ. അപ്പോൾ അത് ഈ ഇവിടുത്തെ പ്രസിഡന്റ് വില്യം ജെയുടെ അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ ഡൗൺ ടൗൺ ഞങ്ങൾ ചുമ്മാ അതിലൊന്ന് നടന്നു, അതൊക്കെ ഒന്ന് കണ്ടു. അവിടെ നല്ല ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഈ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ സെയിൻറ്റ് ലൂയിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അല്ല ഇതിന് മുന്നേ നമ്മൾ മെംഫിസ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു അവിടെ പോകണമെന്ന്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയ സ്ഥലത്ത് മെംഫിസ് എന്ന് പറഞ്ഞ സ്ഥലം, അതെന്ന് പറഞ്ഞാൽ ടെന്നസി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. ആ ടെന്നസിയിലത്തെ മെംഫിസ് ചെല്ലുമ്പം അവിടെ ഇതേപോലെ തന്നെ ഈ ബെയിൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റ് കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് രാത്രി കാണാൻ നല്ലതാണ്. നല്ല ലൈറ്റും ഒത്തിരി നമ്മുടെ ഗോവയിലൊക്കെ പോകുന്ന പോലെ ഭയങ്കര ആളും ബഹളമൊക്കെ ആയിട്ട് ആ ഒരു സ്കീമാണെന്ന് പറഞ്ഞത്. പക്ഷേ ഞങ്ങളോർത്ത് അത് സ്കിപ്പ് ചെയ്യുന്നത്, കാരണം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ടെന്നസി വഴിയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളോർത്ത് തിരിച്ചു വരുന്ന വഴിക്ക് വല്ല കയറാം. നേരെ ഞങ്ങൾ സെൻറ്റ് ലൂയിസ്. അപ്പം ഇപ്പോൾ സെൻറ്റ് ലൂയിസ് ഞങ്ങളുടെ തീരുമാനം അനുസരിച്ച് ഇന്ന് രാത്രി ഞങ്ങൾ സെൻറ്റ് ലൂയിസ് ചെന്നാണ് കിടക്കേണ്ടത്. അപ്പം അത് കുറേ കൂടെ ലേറ്റ് ആവണ്ടല്ലോ. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നമ്മൾ ഇപ്പോൾ 9:45 9:54 ആകുമ്പം സെൻറ്റ് ലൂയിസ് ചെല്ലും. അതാകുമ്പം ഒരു സേഫ് ഒരു സമയം, ആ സമയമാകുമ്പോൾ വരെ നമ്മൾ ഇന്നത്തെ ഡ്രൈവിംഗ് അവിടെ കൊണ്ട് നിർത്തും. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ആ മെംഫിസിലൂടെ കയറി വരുമ്പം 1 മണിക്കൂറെ കൂടി നമുക്ക് 1 അല്ല 2 മണിക്കൂർ നമ്മൾ കൂടുതൽ എടുക്കുക. അപ്പം അതിൻ്റെ ആവശ്യമില്ലെന്ന് ഓർത്താൽ അത് ജസ്റ്റ് ഇതേപോലെ തന്നെ
ടൗൺ കാണുക, ആ ഒരു പ്ലേസ് കാണുക എന്നുള്ളൊരു പർപ്പസ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ ഇല്ല. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനെന്റെ നാഥനെ നോക്കി മലിനമായ സൂര്യൻ അസ്തമിച്ചുകൊണ്ടേയിരിക്കുന്നു. അസ്തമിച്ചു. അതെ, ഈ ആർച്ചാണ് ഈ സംഭവം. ഇത് നമുക്ക് രാവിലെ ആണ് കേട്ടോ. ഈ സംഭവം ഇവിടുത്തെ മെയിൻ ഈ സെയിന്റ് ലൂയിസിന്റെ മാൻമേഡ് ആർച്ച്. ഇത് മാൻമേഡ് ആയിരിക്കും ആർച്ചൊക്കെ. ഏറ്റവും വലിയ ഉയരമുള്ള ആർച്ച്, അമേരിക്കയിലെ ഏറ്റവും വലിയ ഉയരമുള്ള ആർച്ചും അങ്ങനെയാണ്ടോ പറഞ്ഞത്. നമുക്ക് രാവിലെ കാണാം സംഭവം. ഇതുണ്ടല്ലോ, ഞങ്ങളിപ്പോൾ സെയിന്റ് ലൂയിസ്, ഇത് മിസൗരി സ്റ്റേറ്റ് ആണ്. ഞങ്ങൾ ഈ മിസൗരി സ്റ്റേറ്റിൻ്റെ അങ്ങേയറ്റാണ്, എന്നുവെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ഈ തുരങ്കമൊക്കെ നമ്മൾ കറങ്ങുക. ഇതിൻ്റെ ഏറ്റവും എൻഡിലായി നമ്മൾ. ഇപ്പോൾ ഇവിടെ സമയം 9:51. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടില്ല, ചെന്നിട്ട് റൂം എടുക്കണം. സോ അപ്പം മിസൗറി സിറ്റി നമ്മൾ ഈ ഒരു വൈകിട്ടും കൊണ്ട് കവർ ചെയ്തു കേട്ടോ. ഈ റിവറിൻ്റെ പേര് മിസിസിപ്പി റിവർ എന്നാണ് കേട്ടോ. നമ്മൾ ഈ മിസിസിപ്പി റിവറിൻ്റെ മേളിൽ കൂടി നമ്മളിപ്പോൾ പോകുന്നത്. ആ കാണുന്നതാണ് ആർച്ച്. ഇപ്പം ഇല്ലിനോയ്സിൻ്റെ സ്റ്റേറ്റിലേക്ക് കാണുന്നു, അതായത് ഷിക്കാഗോ ഒക്കെ വരുന്ന ആ സ്റ്റേറ്റ്. അത് മൂലയിലാണ്, ബട്ട് ഞാൻ പറഞ്ഞ ഷിക്കാഗോ വരുന്ന സ്റ്റേറ്റ്. നമ്മൾ ലാസ്റ്റ് ഡേ നമ്മുടെ സെയിൻറ്റ് ലൂയിസിലുള്ള ഹയാത്ത് ഹോട്ടലിൽ കയറി കേട്ടോ. ഇത് മുഴുവൻ നമ്മുടെ ലഗേജാണേ. നമുക്കിത് പെട്ടെന്ന് ഇവിടെ വന്ന് റൂം എടുത്തു. നല്ല ബ്യൂട്ടി, അടിപൊളി ഹോട്ടൽ കേട്ടോ. നമ്മുടെ ലഗേജ് തള്ളിക്കൊണ്ട് പോകട്ടെ. താഴെ വരെയുള്ള സേവനമുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ തള്ളണം. അയ്യോ, നല്ല തിരക്കായിരുന്നു ആക്ച്വലി, നല്ല തിരക്കാണ്. നമ്മൾക്ക് ഇത് കിട്ടിയതിൻ്റെ ഭാഗ്യം. നമ്മൾ ചെറിയൊരു സിറ്റി വ്യൂ. നമ്മുടെ 2 കട്ടിൽ വരുന്ന കൂട്ട് ബെഡ്റൂം അത്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഞങ്ങൾ സെയിൻറ്റ് ലൂയിസ്, അതായത് മിസൗരി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൽ വന്ന് നിർത്തുകയാണ്. ഞങ്ങൾ ആക്ച്വലി മിസൗരി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലം കടന്ന് അപ്പുറം ചെന്ന ഇല്ലിനോയ്സ് ആണ്. ഞങ്ങൾ ആക്ച്വലി അവിടെ പോയി ഒരു ഹോട്ടൽ തപ്പി പോയതാണ്. പക്ഷേ അത് ഓൾറെഡി വേക്കൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പിന്നെയും ഇല്ലിനോയ്സ് സ്റ്റേറ്റിൽ നിന്ന് മിസൗരി സ്റ്റേറ്റിലേക്ക് വന്ന് ഹയത്തിൽ വന്ന് റൂം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മളിവിടെ തീർക്കുകയാണ്. അത്ര ക്ഷീണമൊന്നുമില്ല, ബട്ട് എന്നാ പറയുക, ഞങ്ങൾ ഇന്നലെ രാത്രി കിടക്കാൻ അത്ര ലേറ്റായി. അപ്പോൾ രാവിലെ എണീറ്റ് പോരുക വെച്ചാൽ അതിൻ്റെ ഒരു ക്ഷീണം. നമ്മൾ ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണം അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങളിത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇനിയുള്ള വരും ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെയും കൂടി ഞങ്ങളുടെ ഈ ഒരു നോർത്തേൺ അമേരിക്കൻ റോഡ് ട്രിപ്പിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ കൂടുതൽ വിഷ്വൽസ് കാണിച്ചു തരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അണ്ടിൽ ദെൻ ബൈ.